2016 അവസാനത്തിൽ ഒരു പുതിയ സൂര്യൻ കേരളത്തിന്റെ കിഴക്കൻ ചക്രവാളങ്ങളെ ജ്വലിപ്പിച്ചുദയം ചെയ്തു. ഈ വെൺപ്രഭ പശ്ചിമ മലനിരകളിലെ പച്ചിലച്ചാർത്തുകളിൽ മന്ത്രിച്ചു. കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു ശുഭപ്രതീക്ഷയുടെ ഹരിതവസന്തം കേരളക്കരയെ പുൽകാൻ ഉദയം ചെയ്യുന്നു. ഹരിത കേരളം മിഷൻ എന്ന ഒരു പുതുവസന്തം. സൗരഭ്യം പരത്തുന്ന ഒരു പൂവിനു ചുറ്റും പൂമ്പാറ്റകൾ കൂടിയതുപോലെ 1000 പേർ ചുറ്റിനും നിൽക്കുന്നു. പിന്നീടത് ഒരു ജനകീയ മുന്നേറ്റമായി കേരളത്തിന്റെ നാട്ടിടവഴികളിൽ പോലും പ്രകാശം ചൊരിയുന്നു. ഒരു നാടിന്റെ, ഒരു സംസ്കാരത്തിന്റെ, ഒരു ജനതയുടെ, ഒരു കാലത്തിന്റെ ആകെ ഒഴുക്കാണ്. ഓളമാണ്, ഓർമ്മയാണ്. ജലസുരക്ഷ, മാലിന്യ സംസ്കരണം, കൃഷി, ഈ 3 ദൗത്യവും ചേർന്ന് ഒരു പുഴയായി. പുഴയിന്മേലൊരു പള്ളിയോടവുമായി ആർപ്പുവിളികളോടെ ഹരിതകേരളം മിഷൻ യാത്രയ്ക്കൊരുങ്ങി. ലക്ഷ്യമൊന്നേയുള്ളൂ: നഷ്ടപ്പെട്ട ഹരിതവസന്തം തിരിച്ചുപിടിക്കുക, പൂർവാധികം പകിട്ടോടെ. ഒരു ചരിത്രപ്പിറവിക്ക് യുദ്ധഭൂമി തന്നെ വേണമെന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലയിൽ പഞ്ചായത്തിലെ ഈ കാണുന്ന 14 ഹെക്ടർ പാടശേഖരത്തിലായിരുന്നു 2016 ഡിസംബർ 8 കേരളത്തിന്റെ ഒരു പച്ചപ്പാർന്ന സ്വപ്നത്തിലേക്ക് ഈ നാട് ഞാറെറിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാറ് കൈമാറുമ്പോൾ മണ്ണിലിറങ്ങാൻ കൊതിക്കുന്ന ഞാറിൻവേരിഴകളിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ വരെ കരുതിയിരിക്കില്ല. ഇത്രയും വലിയൊരു മാറ്റം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പകിട്ടോടെ വരുമെന്ന്. ഉഴുതുമറിച്ച ഈ ചുവന്ന മണ്ണിൽ നിന്ന് തുടങ്ങിയത് കേരളത്തിന്റെ പച്ചപ്പാർന്ന സ്വപ്നത്തിലേക്കുള്ള ശുഭകരമായ ഒരു യാത്രയായിരുന്നു. തെളിനീര് പോലെ പവിത്രമായിരിക്കണം നമ്മൾ കഴിക്കുന്ന ആഹാരവും. സുജലം സുഫലം എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചതും ഈ പവിത്രമായ ആശയത്തിന്റെ ശക്തിയിലാണ്. രാസവളങ്ങൾക്ക് പകരം വീടുകളിൽ നിന്നുള്ള കമ്പോസ്റ്റ്, പ്ലാസ്റ്റിക് പൂക്കൾക്ക് പകരം നമ്മുടെ തുളസിയും പിച്ചകവും, പച്ചത്തുരുത്തുകൾ കൊണ്ട് കേരളത്തിനൊരു ജൈവ കുടതീർത്ത മുഴക്കുന്ന് പഞ്ചായത്തൊക്കെ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്.
നമ്മൾ മറന്നുപോയൊരു ശീൽക്കാരമുണ്ട്: പുഴയുടെ ചിരി. സാമ്പത്തിക കണ്ണുകളോടെ പുഴയിലെത്തിയ ഒരു പറ്റം ജനം പുഴയുടെ ഹൃദയം കവർന്നെടുത്തു. നിറഞ്ഞൊഴുകിയിരുന്ന ഓളപ്പരപ്പുകളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എറിഞ്ഞ് ശ്വാസം മുട്ടിച്ചു. വരട്ടാർ വറ്റിയൊരു ഓർമ്മയായി. ഒരു നാടിന് ജീവന്റെ പുതുപ്രകാശം നൽകി കൈപിടിച്ചുയർത്തിയ, പൂർവികരുടെയും തങ്ങളുടെയും ബാല്യം ജലാഭിഷേകം ചെയ്ത ഓർമ്മകളിലെ ഏറ്റവും മനോഹരമായ ഈ തീരത്തെ എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് മുക്കിത്താഴ്ത്താൻ ഈ ജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഒരു നാടിന് കണ്ടു നിൽക്കാനാവില്ലല്ലോ തന്റെ ജീവനാടി നിലയ്ക്കുന്നത്. ഹരിത കേരളം മിഷൻ കൈനീട്ടി നൽകിയപ്പോൾ ജനമൊഴുകിയെത്തി. മാറ്റത്തിന്റെ കാറ്റ് ഈ മനുഷ്യ തിരമാലകളുടെ ഇച്ഛാശക്തിക്ക് മേൽക്കുപ്പായവും പരിചയമായി. പമ്പയുടെ കൈവഴിയായ വരട്ടാറിനെ വീണ്ടെടുക്കാൻ ആയിരങ്ങൾ ഒരേ മനസ്സോടെ ഒഴുകിയെത്തി. ഇവയെല്ലാം കേവലം ഒരു ശുചീകരണമായിരുന്നില്ല, അതൊരു പ്രായശ്ചിത്തം കൂടിയായിരുന്നു. മീനച്ചിലാറും കൊടൂരാറും തമ്മിലുള്ള പ്രണയാരംഭത്തിന്റെ സുന്ദര സുരഭില നിമിഷങ്ങൾ തുടങ്ങുന്നത് ജനകീയ സർവേയിലൂടെയാണ്. ഇതിനായി വാർഡ് തലത്തിൽ ജലസഭകൾ കൂടി. ആശാപ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഓരോ വീട്ടിലുമെത്തി. പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന പൈപ്പുകൾ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചെയ്യരുത്, തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി. അടഞ്ഞുപോയ നീരുറവകൾക്ക് ജീവൻ നൽകാൻ ഒരു ജനത കൈകോർത്തു. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന വിളി പശ്ചിമഘട്ടം മുതൽ തീരപ്രദേശം വരെ അലയടിച്ചു. ഒരിക്കൽ വറ്റിപ്പോയൊരു നദി വീണ്ടും ജീവസുറ്റതാകുന്നത് കാണുന്നതിലും വലിയ സന്തോഷം മറ്റെന്തുണ്ട്? ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ഈ ആഹ്വാനം വെറുമൊരു ക്യാമ്പയിനായിരുന്നില്ല, അതൊരു ജനകീയ മുന്നേറ്റമായിരുന്നു. കേരളത്തിന്റെ ജീവനാഡിയാണ് പശ്ചിമഘട്ടം. അതിന്റെ സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന ക്യാമ്പയിനിലൂടെ ഓരോ നീർച്ചാലിനെയും വീണ്ടെടുത്ത് ദുരന്തങ്ങളെ ചെറുക്കുകയായിരുന്നു നാം. മാലിന്യക്കുപ്പകളെ വനമാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യമുയർന്നാൽ നിങ്ങൾ എന്തു മറുപടി പറയും? കഴിയുമെന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായും അത് പച്ചത്തുരുത്ത് എന്നായിരിക്കും. ഏക്കറിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന 4291 കൊച്ചു വനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ! ആടലോടകവും നീർമരുതും വനശലഭങ്ങളും പച്ചത്തുരുത്തുകളിൽ ഒരു പുതിയ ആവാസ വ്യവസ്ഥ തീർക്കുന്നു. ഇത്തരത്തിൽ
ഓരോ പച്ചത്തുരുത്തും ഓരോ കുഞ്ഞു വനങ്ങളാണ്. പ്രാദേശിക ജൈവ വൈവിധ്യം ഉറപ്പാക്കി മണ്ണും ജലവും സംരക്ഷിക്കുന്ന പച്ചപ്പിന്റെ തുരുത്തുകൾ. കാർബൺ ന്യൂട്രൽ കേരളം 2050 എന്ന സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും കരുത്തുള്ള ചുവടുവയ്പ്പാണ് പച്ചമേലാപ്പിൽ പീലി വിടർത്തി നിൽക്കുന്ന ഈ ഓരോ ഓക്സിജൻ പാർലറുകളും. കൂടുതൽ മികവുറ്റതാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് നെറ്റ് സീറോ കാർബൺ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ഹോബിയുണ്ട്. അവരുടെ കൂട്ടുകാർക്ക് തൈകൾ സമ്മാനമായി നൽകും. എന്നിട്ടവർ പരസ്പരം കാതുകളിൽ മന്ത്രിക്കും, ഇത് നമ്മുടെ സൗഹൃദം പോലെ പടർന്നു പന്തലിക്കുമെന്ന്. നാളത്തെ പ്രഭാതങ്ങളിൽ ഈ തൈകൾ മൊട്ടിടുമെന്ന്, പിന്നീട് ഈ തൈകളിൽ കായ് വരുമെന്ന്, 100,000 കുഞ്ഞിക്കിളികൾ വിരുന്നെത്തുമെന്ന്. മാലിന്യം എവിടെ ഉപേക്ഷിക്കണമെന്നല്ല, അതെങ്ങനെ വിഭവമാക്കി മാറ്റാമെന്നാണ് ഹരിത കേരളം മിഷൻ ഒരു ജനതയെ പഠിപ്പിച്ചത്. ഇതോടൊപ്പം 30,000-ത്തിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ നാടിന്റെ കാവൽക്കാരായും മാറി. വൃത്തികേടുകളെ മനോഹരങ്ങളായ കവിതകളാക്കി മാറ്റുന്ന ശുചിത്വ സംഗീതം ഈ പച്ച പുടവയണിഞ്ഞ സേനാംഗങ്ങൾ എല്ലാ ദിവസങ്ങളിലും മുടക്കമില്ലാതെ രചിക്കുന്നു. ഹരിതമിത്രം എന്ന സ്മാർട്ട് ആപ്പിലൂടെ ഇന്ന് നമ്മുടെ മാലിന്യ സംസ്കരണം ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു. ഇത്തവണ ഞങ്ങളും ആദ്യമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം എന്ന് കേൾക്കുന്ന. നമ്മളെല്ലാ കൊല്ലവും ഈ അമ്പലത്തിൽ മഹാപ്രസാദോട്ട് നടത്തി വരുന്നതാണ്. അപ്പം ഗ്രീൻ പ്രോട്ടോകോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒരു ഡൗട്ടായിരുന്നു, എന്താണ് നമ്മൾ എല്ലാ തവണയും പ്ലാസ്റ്റിക്കിലൊക്കെ കൊടുക്കുമ്പോൾ ഇത്തവണ മാറ്റിയിട്ട് സ്റ്റീൽ പ്ലേറ്റ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പിന്നെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നി ഇതൊന്ന് പ്രാവർത്തികമാക്കി നോക്കിയാലോ, അങ്ങനെ വിജയിച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിനാണല്ലോ പേരെന്ന് ഓർത്തിട്ടാണ് നമ്മളങ്ങനെ നടത്തിയപ്പോൾ നമുക്ക് കൊള്ളാമെന്ന് തോന്നി. ഈ വാക്കുകൾ പോലെ തന്നെ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ചു. മാലിന്യം വലിച്ചെറിയുന്നത് ഒരു ചെറിയ കാര്യമല്ലെന്ന് മലയാളി പഠിച്ചു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ചിന്തയിൽ നിന്ന് ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി മാറി. വിനോദസഞ്ചാരം വെറുമൊരു ആഘോഷമല്ല, അതൊരു ഉത്തരവാദിത്തമാണെന്ന് വാഗമണ്ണും ബേക്കലും നമ്മെ പഠിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഹരിത ചെക്ക് പോസ്റ്റുകളിൽ യൂസർ ഫീ നൽകേണ്ടി വരും. ജയിലിനൊരു നെഗറ്റീവ് എനർജിയാണ്. അതിനെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് പച്ചപ്പിലൂടെ പറ്റൂ. 2000-ഓളം മുല്ലകൾ തന്നിരിക്കുക. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരുടെ പേരിലാണ് ഓരോ മുല്ല വെക്കുന്നത്. ഓരോ ചെടികൾ മണ്ണുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിൽ വെക്കും, മറ്റുള്ള സ്ഥലങ്ങളിൽ 400-ഓളം ചെടിച്ചട്ടികളുണ്ട്. ആ ചെടിച്ചട്ടികൾ വെക്കും. ലോകം 2070-നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ
കേരളം 2050 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. കാർബൺ ന്യൂട്രൽ പഞ്ചായത്തുകളും പുകയില്ലാത്ത അംഗനവാടികളും ഈ യാത്രയിലെ നാഴികക്കല്ലുകളാണ്. മാവത്തോണിലൂടെ ഓരോ നീർച്ചാലിനെയും അടയാളപ്പെടുത്തിയത് വലിയൊരു ശാസ്ത്രീയ നേട്ടമാണ്. ഭാവിയിലെ പ്രളയങ്ങളെയും വരൾച്ചയെയും നേരിടാൻ ഇത് നമ്മെ സഹായിക്കും. കുടിവെള്ളം വെറും കുട്ടിക്കളിയല്ലെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് 335-ലധികം ഹയർ സെക്കൻഡറി സ്കൂളുകൾ ജലഗുണനിലവാര ലാബുകളായി മാറിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെ വീട്ടിലെ വെള്ളം ശുദ്ധമാണോ എന്ന് വിദ്യാർത്ഥികൾ തന്നെ പരിശോധിക്കുന്ന നിലയിലെത്തി കാര്യങ്ങൾ. ഹരിത കേരളം മിഷൻ വെറുമൊരു സർക്കാർ പദ്ധതിയല്ല, അതൊരു ജീവിത രീതിയാണ്. ശത്രുതയോടെ തന്നെ നോക്കിയവരെയും വിമർശിച്ചവരെയും തന്റെ അചഞ്ചലമായ ഒഴുക്കുകൊണ്ട് കീഴടക്കിയ ഒരു തെളിനീർ അരുവിയുടെ ആഴങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന ശിലകളുടെ വെണ്മയാണത്. വിട പറയുന്നത് അതിജീവന ഓർമ്മകളിലെ മധുരിതമായ 10 വർഷക്കാലമാണ്. ഹരിത കേരളം മിഷൻ ഒരു യാത്രയുടെ ഒടുക്കമല്ല, അത് ഒട്ടും സങ്കോചമില്ലാതെ മുന്നേറുന്ന ആരംഭ ദശകത്തിൽ ചൊല്ലിയ പ്രതിജ്ഞയുടെ പ്രതിധ്വനി മന്ത്രങ്ങൾ കൊണ്ട് വിശ്വവും കീഴടക്കിയ മതിവരാത്ത ഒരു തീർത്ഥാടന യാത്രയാണ്. നാം ഓരോരുത്തരും ഈ യാത്രയിലെ സഞ്ചാരികളും.